ചേട്ടാ, തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്ന് പറയുന്നത് വല്ലാതെ നമ്മളെ ദുഃഖിപ്പിച്ച വാർത്തയാണ്. അതായത് ഒരു 2.5 വയസ്സുകാരിയായിട്ടുള്ളൊരു കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൽ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ആയ വല്ലാത്ത രീതിയിലുള്ള അതിക്രമം കാണിച്ചു എന്ന് പറയുന്നത് എങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞുങ്ങളോട്, അതും വെറും 2.5 വയസ്സുള്ള ബുദ്ധി ഉറക്കാത്ത മാലാഖമാരെ പോലെയാണ് നമ്മൾ പിഞ്ചു കുഞ്ഞുങ്ങളെ കാണുന്നത്. ആ മാലാഖമാരെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ശരിക്കും ദൈവം പൊറുക്കും? ഇല്ല, ഒരിക്കലുമില്ല. അത് തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ നടന്നത് വളരെ ദാരുണമായ സംഭവങ്ങളാണ്. ഇത് ആദ്യത്തേതല്ല, ഇത് രണ്ടാമത്തേതല്ല, ഇത് മൂന്നാമത്തേതല്ല. അനേകം സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു. അത് ഒടുവിൽ ഏറ്റവും അവസാനം എങ്ങനെയോ അത് പുറത്തു വന്നു എന്നുള്ളതാണ്. ഒരു 2.5 വയസ്സുള്ളൊരു പെൺകുട്ടി, ഒരാഴ്ച മുമ്പാണ് അതിൻ്റെ അച്ഛനും അമ്മയും മരിച്ചത്. അച്ഛനും അമ്മയും മരിച്ചതിനെ തുടർന്ന് ഈ 2.5 വയസ്സുകാരിയെയും അതിൻ്റെ ചേച്ചി 5 വയസ്സുകാരിയെയും ശിശുക്ഷേമ സമിതിയിൽ എത്തിക്കുകയായിരുന്നു. ഈ കുട്ടികൾക്ക് നേരെയാണ്, അതിൽ ഇളയ കുട്ടി 2.5 വയസ്സുള്ള കുട്ടിക്ക് നേരെയാണ് ദാരുണമായ, അത്യന്തം ക്രൂരമായ ഈ അതിക്രമം അരങ്ങേറിയത്. കുട്ടി ഉറക്കത്തിൽ കിടക്കയിൽ കിടന്ന് മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞാണ് അതിനെ ഇങ്ങനെ ഉപദ്രവിച്ചത് ആയമാരിൽ ഒരാൾ. ആ കുട്ടി അത് ഉപദ്രവിച്ചു എന്ന് മാത്രമല്ല, തുടർന്ന് അതിനെക്കുറിച്ച് പറഞ്ഞ് രസിക്കുകയും ചെയ്തു. ഇത് മറ്റുള്ളവർ അറിഞ്ഞു. ഈ കുട്ടിയെ ഒരു ക്രഷിൽ കൊണ്ടുപോയി, ഈ ചെറിയ നഴ്സറി പോലത്തെ സംവിധാനമുണ്ട്, അവിടെ കൊണ്ടുപോയി അവിടെ കുളിപ്പിക്കുന്ന അവസരത്തിലാണ് അവിടുത്തെ ആയയാണ് ഇത് മനസ്സിലാക്കുന്നത്. കുട്ടി വേദന കൊണ്ട് നിലവിളിച്ചു. നോക്കുമ്പോൾ മുറിഞ്ഞിരിക്കുന്നു, സ്വകാര്യ ഭാഗത്ത് നഖം കൊണ്ട് മുറിഞ്ഞിരിക്കുകയാണ്. വലിയ തോതിൽ കുട്ടിക്ക് വേദന അനുഭവപ്പെടുന്നു, നീറ്റൽ അനുഭവപ്പെടുന്നു. അങ്ങനെ ഈ കുഞ്ഞിനെ വളരെ പെട്ടെന്ന് അവർ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പരിശോധിച്ചിട്ടാണ് ഇത് മനഃപൂർവ്വമുള്ള ഉപദ്രവമാണ് എന്ന് സ്ഥിരീകരിക്കുകയും കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തത്. തുടർന്ന് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നടന്നു, അന്വേഷണം ആരംഭിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഈ 3 ആയമാരും പോലീസിൻ്റെ പ്രതിപട്ടികയിൽപ്പെട്ടു, അവർ അറസ്റ്റിലായി. ഈ 3 പേരും 3 പേരുടെ പേര് വിവരങ്ങളൊക്കെ പുറത്തു വന്നു. അണ്ടൂർക്കോണം സ്വദേശി അജിത, ഐരൂപ്പാറ സ്വദേശി മഹേശ്വരി, കല്ലമ്പലം നാവായിക്കുളം മുല്ലനെല്ലൂർ സ്വദേശി സിന്ധു അറസ്റ്റ് ചെയ്തു. പോക്സോ കേസാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. അതിനെല്ലാം അപ്പുറത്ത് ഇതിനകത്തൊരു വലിയ കുഴപ്പമുണ്ട്. ഈ ശിശുക്ഷേമ സമിതിയുടെ നിയന്ത്രണം CPM ജില്ലാ നേതൃത്വത്തിനാണ്. അരുൺ ഗോപി എന്ന DYFIക്കാരനാണ് അതിൻ്റെ നടത്തിപ്പുകാരൻ. ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഈ കോർഡിനേറ്ററും ഓർഗനൈസറും ഒക്കെ ആയ ആള് അരുൺ ഗോപിയാണ്. അരുൺ ഗോപിയെ നമുക്ക് എല്ലാവർക്കും അറിയാം, പത്രങ്ങൾക്ക് സ്ഥിരമായിട്ട് വാർത്ത തരുന്നയാളാണ്, മാധ്യമപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധമാണ്. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അരുൺ ഗോപി പറഞ്ഞത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. സാധാരണ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറയുന്ന മറുപടി ഉണ്ടല്ലോ, അപ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഒറ്റപ്പെട്ട അനേകം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. ഈ ശിശുക്ഷേമ സമിതിയിലും ഇത് ഒറ്റപ്പെട്ട അനേകം സംഭവങ്ങളിൽ ഒടുവിലത്തേതാണ് ഇത്. ആ ശിശുക്ഷേമ സമിതിയെ സംബന്ധിച്ച് വലിയ ദുരൂഹത, അതിൻ്റെ ഭരണസമിതിയെ സംബന്ധിച്ചും അതിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും ഒക്കെ വലിയ ദുരൂഹമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൻ്റെ നടത്തിപ്പുകാരിൽ ഒരാൾ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരാൾ ഒരു കൊലക്കേസിൽ പ്രതിയാണ്. അജികുമാർ എന്ന് പറയുന്ന തിരുവനന്തപുരം പേട്ട പാൽക്കുളങ്ങരയ്ക്ക് അടുത്ത് താമസിക്കുന്ന അജികുമാർ എന്ന് പറയുന്ന ആൾ ഒരു കൊലക്കേസിൽ പ്രതിയാണ്. ഇദ്ദേഹം ഒരു DYFI പ്രവർത്തകനാണ്, DYFIയുടെ നേതാവാണ്. ഒരു RSSകാരനായ രഞ്ജിത്ത്, മണ്ണന്തലയിലെ നാലാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് രഞ്ജിത്ത് എന്നൊരാൾ കൊല്ലപ്പെട്ട കേസിൽ ഇദ്ദേഹം പ്രതിയാണ്. അതിരാവിലെ ഈ രഞ്ജിത്തിൻ്റെ കട തുറക്കുന്ന അവസരത്തിൽ അവിടെ ഈ അജികുമാറും കൂട്ടരും കൂടെ എത്തി അയാളെ വെട്ടിക്കൊന്നു എന്നുള്ളതാണ് കേസ്. കേസിൻ്റെ വിചാരണയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇയാൾ കുറ്റവാളിയാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, അത് കോടതി പറയേണ്ടതാണ്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇതുമായി സഹകരിക്കുന്നത്, നമ്മുടെ ഈ ശിശുക്ഷേമ സമിതിയുമായിട്ട് സഹകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ആരും ചോദിക്കാനും പറയാനുമില്ല, ആയമാർക്ക് എന്തുമാകാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കൊച്ചുകുട്ടി 2.5 വയസ്സുള്ളൊരു കുട്ടി ശരിയായ വിധത്തിൽ ആശയവിനിമയം, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാൻ പോലും അതിനെ അറിഞ്ഞുകൂടാ. എത്ര ദാരുണമാണ്. ഒരു അച്ഛനും അമ്മയും മരിച്ചുപോയ, നഷ്ടപ്പെട്ടു പോയ ഒരു പിഞ്ചു കുഞ്ഞ്, അതിനോടാണ് ഈ ക്രൂരത കാണിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇവർക്കൊക്കെ മനുഷ്യത്വമുണ്ട്, നമ്മൾ അറിയാതെ ചോദിച്ചു പോവുകയാണ്. ഇവരൊക്കെ മനുഷ്യർ തന്നെയാണോ അതോ 2 കാലിൽ നടക്കുന്ന മൃഗങ്ങളാണോ? ഇവർക്കുമൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളില്ലേ? ഇവരെല്ലാം കുറച്ച് പ്രായമായ ആൾക്കാരാണ്. ഇവർക്കെല്ലാം മക്കളും ചെറുമക്കളും ഉണ്ടാകേണ്ട പ്രായമായി അല്ലേ?
അങ്ങനെയുള്ളവരിൽ നിന്നാണ് ഈ ദാരുണമായ അതിക്രമം, ഈ ക്രൂരകൃത്യം ഉണ്ടായിരിക്കുന്നത്. അത് പൊതുവെ നമ്മുടെ ഈ ശിശുക്ഷേമ സമിതി ആകട്ടെ, അതുപോലെയുള്ള സർക്കാർ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളിലും അതിൻ്റെ എല്ലാം നിയന്ത്രണം CPM-നും DYFIക്കുമാണ്. ഈ CPM-ഉം DYFIയും അവർക്ക് തോന്നിയതുപോലെ അവിടെ താൽക്കാലിക, ഈ പറഞ്ഞ ആയമാരെല്ലാം താൽക്കാലിക ജീവനക്കാരാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു, പക്ഷെ താൽക്കാലിക ജീവനക്കാരാണ്. അവരെ പിരിച്ചുവിട്ടു. ഈ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് പോലും പാർട്ടിക്കാരെയാണ്. ഇവരെ തന്നെ ഇവർ മുമ്പ് നടത്തിയ പല അതിക്രമങ്ങളും പുറത്തു വരാതിരുന്നത് ഇവർ പാർട്ടിക്കാരായതുകൊണ്ടാണ്. അവർക്കെതിരെ ശബ്ദിക്കാൻ ആർക്കും ധൈര്യമില്ല, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇവർക്കെതിരെയുള്ള പരാതികൾ ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നേനെ. ഇവർക്കെതിരെയുള്ള പരാതികൾ ഇവർ പാർട്ടിക്കാരല്ലായിരുന്നുവെങ്കിലും നേരത്തെ പുറത്തു വന്നേനെ. പക്ഷെ പാർട്ടിക്കാരായതുകൊണ്ട് പലതും മൂടി വെക്കുന്നു. പക്ഷെ പാർട്ടിക്കാരായതുകൊണ്ടാണ് ഇവർ പിഞ്ചു കുഞ്ഞിനെ ഉപദ്രവിച്ചത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഇവരുടെ ഈ ഉപദ്രവങ്ങൾ മൂടി വെക്കപ്പെടുന്നത് പാർട്ടിക്കാരായതുകൊണ്ടാണ്. ഈ പാർട്ടിക്കാരായാൽ എന്തും ചെയ്യാമെന്നാണോ? ഞാൻ എന്ത് ക്രൂരകൃത്യവും ചെയ്യും, പാർട്ടിക്കാരായതുകൊണ്ട് എന്നെ സംരക്ഷിച്ചോണം, അങ്ങനെയാണോ? അതൊരു ജനാധിപത്യ വ്യവസ്ഥ. ഈ കാര്യം പുറത്തു വന്നത് എത്ര സംഭവങ്ങൾക്ക് ശേഷമാണ്. സമാനമായ സംഭവങ്ങൾ പലതും മുമ്പ് നടന്നിട്ടുണ്ടെന്നാണ് പലരും പുറത്തു പറയുന്നത് ഇപ്പോൾ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ അരുൺ ഗോപി അതിനെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് വ്യക്തമാകുകയാണ്. മാത്രമല്ല, അവിടെ നടക്കുന്ന പല ക്രമക്കേടുകളും പല കുഴപ്പങ്ങളും, ഇതുപോലെ കൊലക്കേസ് പ്രതി അവിടെ ജോലി ചെയ്യുന്നു, ഇതിൻ്റെ കോർഡിനേറ്ററാണ്, ഇതൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണ്. ഈ കുട്ടികളെ നോക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുക, പരിപാലിക്കുക എന്നൊക്കെ ഭയങ്കര അധികം ക്ഷമ വേണ്ട ഒരു വലിയ ക്ഷമ വേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ആയമാരായിട്ടുള്ള ഇതിൽ പ്രതികളായിട്ടുള്ളവർക്ക് കൃത്യമായ ക്വാളിഫിക്കേഷനോട് കൂടിയിട്ടാണോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലാണോ ഇവരെ തിരഞ്ഞെടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സർക്കാർ ശിശുക്ഷേമ സമിതിയൊക്കെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലിയില്ലാത്ത ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനുണ്ട്, എന്നാൽ പിന്നെ അയാൾ വന്നിട്ട് കുഞ്ഞിനെ നോയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് മാറുമ്പോഴാണ് ചെയ്യേണ്ട ജോലി, ഒരു കുഞ്ഞിനെ നോക്കേണ്ടതാണ് ജോലി എങ്കിൽ അതിനെ കൃത്യമായ രീതിയിൽ ഏത് രീതിയിൽ ചെയ്യണമെന്ന് പല ആളുകൾക്കും അറിയില്ല. അതിൻ്റെ ഭാഗമായിട്ടും കൂടി ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഇതിനകത്ത് ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ പ്രത്യേക പരിശീലനം സിദ്ധിച്ച ആൾക്കാരെയാണ് നിയോഗിക്കേണ്ടത്. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പാർട്ടിക്കാരെ തിരികെ കയറ്റുകയാണ്. ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങളൊന്നുമില്ല. ഇവരെ തിരഞ്ഞെടുക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള എന്താ പറയണ്ടേ, നമ്മൾ സാധാരണ ഒരു ജോലിക്ക് ഒരാളെ തിരഞ്ഞെടുക്കാൻ PSC വഴി പരീക്ഷയൊക്കെ നടത്തി അതിന് യോഗ്യതയുണ്ടോ എന്ന് പരിശോധിച്ചാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? ഇവിടെ അങ്ങനത്തെ ഒരു പരീക്ഷയുമില്ല, ഒരു യോഗ്യതയുമില്ല. നിങ്ങൾ ആരെങ്കിലും വന്നാൽ മതി, കൊച്ചു പിള്ളേരാണ്, അവരെ അങ്ങ് നോക്കിക്കോ. ഇത് നമ്മളൊന്ന് ആലോചിക്കണം. അംഗനവാടി ടീച്ചർക്ക് പോലും പരിശീലനം സിദ്ധിച്ച ആളെയാണ് തിരഞ്ഞെടുക്കുന്നത് ആ തസ്തികയിലേക്ക്. ഒരു സ്കൂളിലും ഒരു നഴ്സറിയിലും പരിശീലനം ലഭിക്കാത്ത, കൊച്ചുകുട്ടികളെ നോക്കാൻ പരിശീലനം ലഭിക്കാത്ത ആൾക്കാരെ സ്വകാര്യ സ്ഥാപനങ്ങളൊന്നും നിയോഗിക്കില്ല, നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളും നിയോഗിക്കില്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ ശിശുക്ഷേമ സമിതിയിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ കുത്തിക്കയറ്റി തിരികെ കയറ്റി ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ദയവായിട്ട് നമുക്ക് സർക്കാരിനോട് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങൾക്ക് മാനദണ്ഡങ്ങൾ കൽപ്പിച്ച് അതുപ്രകാരം ആൾക്കാരെ അവിടെ നിയോഗിക്കണം, ആ ജോലിയിലേക്ക് ആൾക്കാരെ നിയമിക്കണം. അല്ലാതെ ആരെങ്കിലും വിളിച്ചിരുത്തിയാൽ അവിടെ വരുന്ന ഈ കൊച്ചുകുട്ടികൾ, ആ കുട്ടികളുടെ ഭാവി ജീവിതം തന്നെ ആ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിലാണ്. 2.5 വയസ്സുകാരി ഉറക്കത്തിൽ കിടക്കയിൽ കിടന്ന് മൂത്രമൊഴിച്ചു എന്നുള്ള കുറ്റം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ വീടുകളിലൊക്കെ മനുഷ്യരെല്ലാവരും കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ എല്ലാവരും കിടക്കയിൽ. മഹേശ്വരി, ഈ 3 പേരുണ്ടല്ലോ പ്രതികൾ, അവരുടെ കഴിഞ്ഞ ദിവസം അവരുടെ വീഡിയോസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ പോലീസ് കൊണ്ടുപോകുന്ന ഈ കാര്യങ്ങളൊക്കെ ഒരു കൂസലും മടിയും അവർക്ക് വളരെ ബോഡി ലാംഗ്വേജ് കണ്ടിരുന്നു. ഒരു പാർട്ടി ഗുണ്ടകളുടെ ഒരു സ്വഭാവം കാണിക്കുന്ന ഇതാണ്. തീർച്ചയായിട്ടും അത് കാരണം ഇതാണ്. പുറകിൽ പാർട്ടിയുണ്ട്, ഞങ്ങളെ രക്ഷിക്കും, ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ രക്ഷിക്കാൻ പുറകിൽ പാർട്ടിയുണ്ട്. പാർട്ടിക്കാരാണോ? അവർ പാർട്ടിക്കാരായിരിക്കും. അല്ലാത്തവർക്ക് അവിടെ എങ്ങനെ പ്രവേശനം കിട്ടും, എങ്ങനെ നിയമനം കിട്ടും? നോക്കൂ, ഇത് സംഭവിക്കുന്ന എന്താണ്? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടത് സർക്കാരിൻ്റെ അഴിഞ്ഞാട്ടമാണ് ഈ നടക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഇതിപ്പോൾ എല്ലാം പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് നിയന്ത്രിക്കേണ്ടത് ആരാണ്? ഭരണകൂടമാണ്, അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം എന്തുകൊണ്ട് പെടുന്നില്ല? അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ച് വരുമ്പോഴും മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് ഇത്
ഇതിലിപ്പോ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഒറ്റപ്പെട്ട സംഭവം. ഇപ്പൊ ഇതിൽ സംഭവിക്കാനുണ്ടായ കാരണം ഇവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിച്ചിട്ടായിരിക്കും ഈ ആയമാര് കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ശിശുക്ഷേമ ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. അപ്പം അത് വരുമ്പോ മറ്റു അനേകം കുഞ്ഞുങ്ങളുണ്ട്, അവരെല്ലാവരെയും നോക്കണം. അപ്പൊ ഇതിനിടയിൽ എവിടെയോ ഇവരുടെ ഈ കുഞ്ഞുങ്ങൾ മൂത്രമൊഴിക്കുമ്പം എവിടെയോ ഇവരുടെ കയ്യിൽ നിന്ന് പതറിപ്പോയി, അതിന്റെ ഭാഗമായിട്ട് ദേഷ്യം വന്നതായിരിക്കാം. അതൊന്നും ന്യായീകരണമല്ല ഗൗതമേ, കൊച്ചുകുട്ടികളാണ്. ഈ കൊച്ചുകുട്ടികളെ നോക്കുമ്പോ ന്യായീകരണമല്ല, അവരുടെ മാനസികാവസ്ഥ നമ്മൾ കേവലം അവരൊരു പാർട്ടിക്കാരായതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് പകരം അവരുടെ എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ എന്നും കൂടി പരിശോധിച്ചാലേ അതിൽ കൃത്യത ഉണ്ടാവുള്ളൂ. അത് പോലീസ് പരിശോധിക്കും. പക്ഷെ ഇത് പാർട്ടിക്കാരാണോ അല്ലയോ എന്നുള്ളതല്ല. ഇവിടെ പാർട്ടിക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ഇത്തരം ആൾക്കാരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവരുടെ മാനസികാവസ്ഥ നമുക്ക് ന്യായീകരിക്കാവുന്നതല്ല. ഇവർ അത്യന്തം എന്താ പറയുക, ക്രൂരമായ പ്രവൃത്തിയാണ് ചെയ്തത്. അതിന് ഒരു ന്യായീകരണവും ഇല്ല. നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ നമുക്ക്. വളരെ ശരിയാണ്. ഇവർ ചെയ്തതിനെ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇവർ പാർട്ടിക്കാരായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും.